ലോകത്തൊരു വൻ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇല്ലാത്ത ഒരു നീക്കുപോക്ക് സാധ്യമല്ലാത്ത വിധം ഇറാൻ അതിൻ്റെ ശേഷി തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ഒരു ലീഡറായി മാറി. മിഡിൽ ഈസ്റ്റിലെ ഒരു എന്താ പറയുക, ഒരു പ്രാദേശികമായ ആ റീജിയണിലെങ്കിലും തള്ളാൻ കഴിയാത്ത ഒരു ശേഷിയായി, ഒരു വലിയ രാജ്യമായി ഇറാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത് ഇറാൻ്റെ ആണവശക്തി. അമേരിക്കൻ മീഡിയകൾ, മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ളൊരു സംശയമാണ് ഇറാൻ്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഔദ്യോഗികമായി ഇറാൻ പുറത്തുവിട്ട രേഖകൾ അനുസരിച്ച്, അല്ലെങ്കിൽ പുറത്ത് പറയുന്ന കാര്യങ്ങൾ 60% എൻറിച്ച്ഡ് യുറേനിയം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ഒരു ന്യൂ കാം ഉണ്ടാക്കാൻ എങ്ങനെയാണെങ്കിലും 90%ഓളം എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം കൈവശം വേണം. അതിനെ വെപ്പണൈസ് ചെയ്യണം, വാർഹെഡാക്കി മാറ്റണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് അത് നടക്കേണ്ടത്. പക്ഷേ ഇറാൻ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള, ന്യൂക്ക് ആം ഇറാൻ്റെ കയ്യിൽ വന്നു എന്നുള്ള സംശയങ്ങൾ, സ്പെക്കുലേഷൻസ് വെസ്റ്റിൽ വ്യാപകമായിട്ടുണ്ട്. മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം പല സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടെ വരികയാണെങ്കിൽ, ഇറാൻ അങ്ങനെ ഒരു ന്യൂ കൺട്രിയായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രദേശത്തിൻ്റെ ചിത്രം പ്രദേശത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഇക്വേഷനിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്.